എന്തായാലും മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ഇനി നമുക്ക് ലയ സിനിമയിലേക്ക് പ്രതീക്ഷിക്കാവോ? ശരിക്കും സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അവിടെയും ഈ പറഞ്ഞ പോലെ ജെൻഡറിൻ്റെ ഒരു വ്യത്യാസങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. അവസരങ്ങളുടെ ഒരു കുറവ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. ഒരു ട്രാൻസ് കഥാപാത്രമാണെങ്കിൽ ഓക്കെ എന്നുള്ള ലെവലിലേക്കാണ് ഇപ്പോഴും പോയിട്ടുള്ളത്. വളരെ കുറച്ച് അറിയാലോ, ചാൻസസ് ഒക്കെ വരാറുണ്ട്. ചാൻസസ് വളരെ കുറവാണ്. കാരണം നമുക്കറിയാം അഞ്ജലി അമീർ, നാദിറ, വളരെ കുറച്ച് പേരാണ് ഈ പറഞ്ഞ വളരെ ചെറിയ റോളുകളൊക്കെ തന്നെ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവസരങ്ങളുടെ ഒരു ലഭ്യത കുറവുണ്ട്. ഇപ്പം നമുക്കൊരു സിസ് വുമണിൻ്റെ ക്യാരക്ടർ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ കൂടി അതിനുള്ള അവസരം കിട്ടുന്നില്ല. എപ്പോഴും ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയിലേക്ക് മാത്രം ഒരു കഥയിൽ ട്രാൻസ്ജെൻഡർ കഥാപാത്രത്തെ ഉൾപ്പെടുത്തുന്ന തലത്തിലേക്ക് മാത്രമേ സീരിയൽസ് ആയാലും സിനിമയായാലും പോകുന്നുള്ളൂ എന്നുള്ളത് ഒരു വിഷമകരമായുള്ള കാര്യമാണ്. നമുക്കും കഴിവുകളുണ്ട്, ട്രാൻസ് വുമണായിട്ട് മാത്രമല്ല സ്ത്രീയായിട്ടും അഭിനയിക്കാനുള്ള കഴിവുകളുണ്ട് എന്ന് പലരും തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അവസരം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എപ്പോഴെങ്കിലും ഈ വിഷമം വരുന്നപ്പോൾ, വിഷമഘട്ടത്തിൽ സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെയൊക്കെ ഒരു ജേർണിയിൽ അത് ഭാഗമാണ്. പക്ഷേ എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇഷ്യൂവിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു അറ്റംപ്റ്റിലേക്ക് പോയത്. പിന്നീട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി റിയലൈസേഷൻ, ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ സാധിച്ചു. ബ്രേക്കപ്പ് സ്റ്റേജ് വന്ന സമയത്ത് എന്നെ പൂർണ്ണമായിട്ടും പ്രണയത്തിലേക്ക് കൊടുക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പോരായ്മ ആയിട്ട് പറയുന്നത്. ഞാൻ 100% കൊടുത്ത് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തെ, അത് ഒരു നെഗറ്റീവ് ആണെങ്കിൽ കൂടി അങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇതിൽ വന്ന ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ബ്രേക്കപ്പ് സ്റ്റേജിലേക്ക് വന്ന സമയത്ത് സഹിക്കാൻ പറ്റാതെ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. പക്ഷെ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഒരു തിരിച്ചറിവും കൂടെ ആയിരുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നിടം വരെ നമ്മൾക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം. നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ കൊളീഗ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരു ജേർണിയുടെ ഭാഗം മാത്രമാണെന്നുള്ള ബോധ്യമുണ്ടായി. അതിനുശേഷം അങ്ങനെ ഒരു പൊട്ട ചിന്തയിലേക്ക് പോവില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് നിൽക്കുന്നത്.